ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പഴംപൊരി ആക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൈദ അരച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ചേ ആക്കുന്നില്ലോ, ലേശം. ഇത് പറയാൻ കേട്ടാ, പോരെ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുക്കട്ടെ. ഈ ബാക്കി ഞാൻ വെള്ളം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ പഴയ യൂട്യൂബ് ചാനലിൽ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഉണ്ട്. അതിപ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നേന്ന് തുടങ്ങാം അല്ലേ? ഇതന്നെ അതിൻ്റെ ശരി, ഒന്നേന്ന് തുടങ്ങുകയാണ്. മാവ് നല്ല കട്ടയായിട്ടുള്ള നമുക്ക് ലൂസാക്കി എടുക്കണം. ഇത് ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ടാകുമ്പോൾ മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചു നല്ല കട്ടയില്ലാണ്ട് അടിഞ്ഞ് കിട്ടും. അപ്പം ഞാൻ ആ മാവ് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുക്കാം. ആയാ നമ്മളെ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി മാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഇടാം, വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ? വേറെ അങ്ങനെയല്ലേ പറയാ? ഇത് ഞാൻ എണ്ണ കുറവാക്കി ദോശക്കല്ലിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊരിച്ചെടുക്കാതെ ലേശം എണ്ണ ദോശക്കല്ലിൽ ഇതാക്കിയെടുക്കുക. അതെടുത്ത് മൂടി വെച്ചു. അതിന് ഞാൻ അന്നേരം പഴംപൊരിക്ക് 4 പഴം എടുക്കുന്നില്ലേ. നമ്മൾ 4 ആളെ ഇരിക്കും. അപ്പം എട്ടാവൂലേ? അല്ല, ഇതെന്തായാലും പകുതി ആക്കുമല്ലോ. ഇത് നമുക്ക് പഴമെല്ലാം പൊളിച്ച് അരിഞ്ഞു വെക്കാം. ഞാൻ അരിയുന്നുണ്ട് വളരെ കട്ടി കുറച്ചരിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കഷ്ണം തരുന്ന നിവേദ ഇന്ന് ചേച്ചിയോട് നിൽക്കുന്നുണ്ട്. ഒരു കഷ്ണം തരുന്നതാണ്. ഇത് പഴുപ്പ് കൂടിയതാണ്, അതുകൊണ്ട് പൊട്ടിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. നികേത് കുട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏട്ടൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുന്നു. ഒരു പഴം ഞാൻ 3 കഷ്ണമായിട്ടാണ് എടുക്കുന്നത്. അമ്മ ഇന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞ് വന്നില്ല. നമ്മൾ പഴംപൊരി എല്ലാം ആക്കിയിട്ടാകുമ്പോൾ നമുക്കിന്നൊരു സ്കൂൾ വാർഷികത്തിന് പോകാനുണ്ട് അരങ്ങത്ത്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാർഷികത്തിന് പോകാൻ വേണ്ടിയിട്ട്. പഴയ യൂട്യൂബ് ചാനൽ നല്ലതായി വന്നായിരുന്നു, ഇത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ മുഴുവനായിട്ടും കാണണം.
വീഡിയോ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. പഴം പൊട്ടുന്നുണ്ട്. എനിക്കത് കുളിച്ചാ നമ്മൾ പഴം ഇങ്ങനെ ഇതാക്കി നോക്കുന്നുണ്ട്. സ്കൂൾ വാർഷികത്തിൽ എൻ്റെ കളിക്കൂട്ടുകാരിൻ്റെ മോള് ഡാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അരങ്ങത്താണ്. അരങ്ങത്തിപ്പം വലിയൊരു ഉത്സവം കഴിഞ്ഞിട്ട് നിൽക്കുന്നതല്ലേ ഇല്ല. കത്തി കഴിയോ കയ്യും കഴിയട്ടെ. ഞാൻ ഈ പഴത്തൊളിയൊന്നും വേസ്റ്റായിട്ട് പുറത്ത് കളയൂല. ഞാൻ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എൻ്റെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചെടിയെല്ലാം നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അപ്പം ഞാൻ ഉത്സവത്തിന് കുറച്ച് ചെടിയെല്ലാം മേടിച്ച് വെച്ചാണ്. ജമന്തി മുട്ടിട്ടിട്ടുണ്ട്. ഇത്ര ഒരേ തൈ ആയാലും എന്നാലും അതിന് മുട്ടെല്ലാം വന്നിട്ടുണ്ട്. പൂവെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാണിക്കേട്ടാ. അപ്പം നമ്മളൊരു പ്ലാവൻ തൈയും ഒരു റോസത്തൈയും എല്ലാം മേടിച്ച് നട്ടിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ഇതും വത്തക്കയിടും. അത് നമ്മളെ നിവേദൂട്ടൻ്റെ ബർത്ത്ഡേക്ക് സ്കൂളിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ആ പ്ലാവിൻ്റെ പേരെന്തായിരുന്നു? J33 എന്നുള്ള പ്ലാവൻ തൈ ആയിരുന്നു. അതാവുമ്പോൾ ഇവനിപ്പോൾ 10ാം ക്ലാസ് അല്ലേ. എന്തെങ്കിലും സെൻഡ് ഓഫ് എല്ലാം കഴിഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എല്ലാം വരുമ്പോൾ അവൻ പോകുമ്പോൾ കാണാലോ. അത് അന്നേരം ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ട പ്ലാവാണെന്നൊക്കെ പറയും. അത് പിടിച്ച് കിട്ടിയാൽ അതുപോലെ തന്നെ നമ്മൾ 2 തൈ നമ്മളെ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു മാവൻ തൈയും ഒരു പ്ലാവൻ തൈയും. ഒന്ന് നിവേദ് കൂട്ടണം, ഒന്ന് നിവേദ് കൂട്ടണം. അപ്പം ഞാനിത് തന്നെ എടുത്ത് വെക്കുവാണ്. ഇനി കുറച്ച് ബത്തക്കത്തൊലിയെല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ എത്തുന്നുണ്ട്. അപ്പം ഞാൻ ദോശക്കല്ല് കഴുകിയെടുക്കും. ദോശക്കല്ലിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദോശക്കല്ലിൽ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. ദോശക്കല്ല് ചൂടാവുന്നുണ്ട്, വെള്ളം ഉണ്ടത്ര. എന്നാലും ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കാനാണ്. എണ്ണയിൽ എണ്ണയിലില്ലാണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നല്ലോണം തിളക്കട്ടെ. നമ്മളെ മാവ് നല്ല സെറ്റായിട്ടുണ്ട്. കിച്ചു പഴംപൊരി ആക്കാൻ കൂടുന്നോടാ. അമ്മ ഇപ്പോൾ വീഡിയോയുടെ ഇല്ലേ ഉണ്ടാ. നമ്മളെ ആ ചാനൽ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ആദ്യം ചെയ്ത് നോക്കൂ. എത്രത്തോളം വിജയിക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പഴംപൊരിയായിട്ട് ഇട്ട് കൊടുത്തു നോക്കാം. പഴം പൊട്ടാൻ സാധ്യതയുണ്ട്. ചെറുതായി ഒന്നുമില്ല, ഇഷ്ടമില്ലാത്ത രീതിയിലാണ്. എന്നടാ പോണ കുറച്ചിങ്ങ് പോകണം. ഇന്ന് പോകുന്നുണ്ടാകുന്നേ. ചിമ്മിയോ നിഞ്ചാലകം കാറ്റായി വരും നിന്റെ കാത്താളവും തങ്കത്തിങ്കത്തേരേറി വന്നപ്പൂവിൽ തീണ്ടേടി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ. നമ്മൾ പഴംപൊരി ഇങ്ങനെയാവുന്നത്ര. കളർ കുറച്ച് കുറവായിരിക്കും. കളർ ചേർക്കുന്നു? അത് ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യില്ല. അമ്മേ
പാട്ട് പാടിത്തരുമോ? ഏത് പാട്ട്? മേലെ മേലെ. നമുക്ക് പാടാൻ അറിയാം ഞാൻ, എന്നാലും അറിയുന്നത്ര. എന്നിട്ട് യൂട്യൂബിൽ തന്നെ ഓടിക്കാൻ വേണ്ടിയ ഏത് പാട്ടാ? മേലെ 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 മാനം മാനം മേലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ വാനം വാനം മഞ്ഞിൻ കൂടാരം. എനിക്ക് അതിൻ്റെ വരിയൊന്നും അറിയില്ല, എനിക്ക് അത്രയും അറിയില്ല. അപ്പോൾ പഴംപൊരി വാങ്ങി എടുക്കാൻ തോന്നല്ലേ? കരിഞ്ഞു പോകുന്നു. ഞാൻ പാത്രത്തിലേക്ക് ഇങ്ങനെ വേവിച്ചേരും. നമ്മുടെ കാർത്ത് വരുന്നുണ്ടേ. നമ്മുടെ കാർത്ത് വന്നത് പ്രസവിക്കാനായി അല്ല കേട്ടോ. ഓരോയിക്കുന്ന എണ്ണയിലാണ് നല്ലോണം പൊങ്ങിയത്. പുതിയ ചട്ടുകാലേ. കൂട്ടുകാരെ വേണോ? വേണമെങ്കിൽ ഇങ്ങേക്ക് വാ. അപ്പൊ നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്. നിവേദകൂട്ടന് പൊരിച്ചിട്ട് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനെ ചുട്ടെടുത്ത് ബാക്കി എണ്ണക്കകത്ത് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. എണ്ണ കുറച്ച് യൂസ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പിള്ളേരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേന്ന് വിചാരിച്ച് നമ്മളത് പരിഗണിച്ചു. നമ്മളെ പഴംപൊരി നന്നായിട്ട് പൊങ്ങിയെല്ലാം വരുന്നുണ്ട്. എണ്ണ കുറച്ച് ഒഴിച്ചിട്ടില്ലേ. എന്നാത്തെ മുടിയിൽ തേക്കുന്നയാ? മുടിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കാച്ചി കറ്റാർവാഴയും കയ്യൂന്നിയും തുളസിയെല്ലാം ഇട്ടിട്ട് ഞാൻ തന്നെ കാച്ചിയെടുക്കുന്ന എണ്ണ. എന്താ ആരെങ്കിലും ചോദിച്ചോ? ഒരാൾ ചോദിച്ചിനി. നമുക്കൊരു കുഞ്ഞ് സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മുടെ ഒരു ഷെഡെല്ലാം പണിതിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കറിയാം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഷെഡിൽ ഒരാഴ്ച മുമ്പ് കറണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പറയാത്തത്, ഈ ചാനലിൽ പറയാത്തത്, നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ മുതലാണ് ലോങ് വീഡിയോ കയറാൻ തുടങ്ങിയത്. അപ്പോൾ ആ സന്തോഷ വാർത്തകൾ നിങ്ങളോട് പറയുന്നു. നമ്മൾ സ്കൂൾ അടക്കുമ്പോഴേക്കും നമുക്ക് അങ്ങേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ബാത്റൂമിൻ്റെ പണി ആവാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പോവാതെ നിൽക്കുന്നത്.
നല്ല മൂട്ടി. അമ്മ എന്തോ ദേഷ്യപ്പെട്ടിരിക്കാന്ന് അമ്മ. അമ്മയുടെ ശ്രദ്ധ മൊത്തം പഴംപൊരിയിലേക്ക് പോയി ഇരിക്കുകയാണ്. ഹായ് കൂട്ടുകാരെ, അന്നേരം നമ്മൾ പഴംപൊരി സെറ്റ് ആയിട്ടുണ്ട്. ഇടക്കുന്ന് പഴം പൊട്ടിപ്പോയിട്ടുണ്ട്, നല്ല പഴുത്ത പഴം ആയതുകൊണ്ട്. അന്നേരം നമുക്ക് ഏട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. ഏട്ടൻ കുറ്റിയെ പറയില്ലോ, എന്നാലും കൊടുത്തു നോക്കാം. ചേട്ടാ പഴംപൊരി ടേസ്റ്റ് ഉണ്ട് നോക്കിയാ. അത് പഴം പഴുത്ത് മുറിച്ചിട്ട് കിട്ടണ്ടേ. അപ്പം നമ്മൾ ചായ എല്ലാം വെച്ച് പഴംപൊരി എല്ലാം കഴിച്ചിരിക്കട്ടെ, നമുക്ക് പരിപാടിക്ക് പോവാണ്ട്. അന്നേരം ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.